പ്രതികരണം പറഞ്ഞല്ലോ, പ്രതികരണം പലതരത്തിലാണ് ആളുകൾ പറഞ്ഞത്. ചില ആളുകൾ കളിയാക്കി. ഈ കളിയാക്കുന്ന ആളുകൾ നമുക്ക് കൂടുതൽ ഊർജ്ജം തരും. കാര്യം കുറേ ആളുകൾ കരുതിയത് ഇങ്ങനെ ഒരു പരിപാടി നടക്കില്ല എന്ന്. അതായത് ഒരു പോസ്റ്റാണ്, ഇതൊരു ആവേശ പോസ്റ്റാണ്. പക്ഷേ ആ പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്കുള്ളിൽ 1000 പേര് രജിസ്റ്റർ ചെയ്തു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് 100 പേര് ആക്കി. ആ 100 പേരിന്ന് വീണ്ടും സെഗ്രിഗേറ്റ് ചെയ്തു. അങ്ങനെ ഒരു 3-4 ലെയേഴ്സ് ഓഫ് ഫിൽറ്ററിങ് കഴിഞ്ഞു. ആ 1000 പേര് രജിസ്റ്ററിൻ്റെ അകത്ത് 1000 പേരിൽ ഭാരതത്തിന്റെ വെളിയിൽ നിന്നുള്ള നുഴഞ്ഞേറ്റക്കാൾ കൂടുതൽ അകത്ത് നിന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. ആ ഗ്രൂപ്പ് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്, അതിലുള്ള പ്രൊഫൈലുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചാനൽ 3 ആൾ കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഇതാ കുറച്ച് പേര് ശാരദയിലേക്ക് 100 ബൈക്കുമായിട്ട് പോകുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കെതിരെ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എത്ര തെറ്റായ നെറേറ്റീവാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ പ്രതികാരം ചെയ്യാനോ എന്തെങ്കിലും ആണോ നമ്മൾ സഞ്ചരിക്കുന്നത്? സിവിലിയൻസ് അങ്ങനെ ആയുധം കയ്യിലെടുക്കുന്നുണ്ടോ? സിവിലിയൻസ് ആയുധം കയ്യിലെടുക്കുക എന്നുള്ളതാണോ നമ്മുടെ ആവശ്യം? അല്ല, സിവിലിയൻസിന് സിവിലിയൻ വേ ഓഫ് പ്രൊട്ടസ്റ്റ് ഉണ്ട്, അല്ലെ? ജനാധിപത്യപരമായ പ്രൊട്ടസ്റ്റ് ഉണ്ട്. ആ പ്രൊട്ടസ്റ്റ് ചെയ്യാന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചാനൽ വസ്തുതയ്ക്ക് നിരക്കാത്ത രീതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പ്രതികരിച്ചവരെ കൂട്ടത്തിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാനൽ കൂടെ ഉണ്ടെന്ന് ആലോചിക്കണം. ഇതിനെതിരായി സംസാരിച്ച കൂട്ടത്തിൽ അടുപ്പൂട്ടി ചർച്ചയിൽ അതെ, അടുപ്പൂട്ടി ചർച്ച എന്ന് വിളിക്കപ്പെടുന്ന അതിൽ പ്രതികരിച്ചു. അത് വലിയ മൈലേജ് തന്നു കേട്ടോ. അതുകൊണ്ട് കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ,